ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഇതാ വിറകെല്ലാം കത്തിച്ചിട്ട് അരിയിടാൻ പോക്കാന്നെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉച്ചക്കേക്കുള്ള നോക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ഒരു പൊടിയരി ഇങ്ങനെ പൊങ്ങിക്കൽ എന്ന് നമ്മൾ പറയില്ല, അരി പൊങ്ങിക്കൽ എന്ന്. അപ്പോൾ ഞാൻ മനസ്സിലാവില്ല വെച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോ എടുക്കുമ്പോൾ ഉപ്പുമാവ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. അങ്ങനെയും പറയാം ഉപ്പുമാവ് എന്ന്. നല്ല ടേസ്റ്റ് ആട്ടോ, തേങ്ങയും പഞ്ചസാരയെല്ലാം ഇട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കണേ, ഷോർട്ട് വീഡിയോ. അപ്പോൾ ഇത് ഉണക്കച്ചെമ്മീനാണ്, ഇന്നലെ കൊണ്ടു തന്നെ കേട്ടോ. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഇപ്രാവശ്യം 1 കിലോന് ഇപ്പോൾ എത്ര 1000 ഉറുപ്പ്യായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് വാങ്ങിയതാണ്. ഇവിടെ മക്കൾക്കെല്ലാം ഉണക്കച്ചെമ്മീൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് കൊടോരിക്കയില്ലേ, കൊടോരിക്ക, പീച്ചിങ്ങ, നരമ്പ് എന്നെല്ലാം പറയുന്ന സാധനം, അതും പടവലങ്ങയെല്ലാം ഇട്ടിട്ട് നമ്മൾ ഉണക്കച്ചെമ്മീൻ ഇട്ട് വെച്ചില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം മുറിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇത് മാത്രമാക്കുന്ന ഇങ്ങനെ വെള്ളം ഒഴിക്കണ്ട, ആവിയിൽ വെന്തോളും. പക്ഷേ ഞാൻ ചെമ്മീനും ഇടുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിന്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് പറങ്കിപ്പൊടിയെല്ലാം ഇടണം കേട്ടോ, മുളക് പൊടി അതെല്ലാം ഇടണേ. അപ്പോൾ ഇതാ ചെമ്മീൻ വറുത്തിട്ട് അതിൻ്റെ തലയും വാലെല്ലാം കളഞ്ഞ് വറുത്തിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും ഇട്ട് വെളുത്തുള്ളി ഇട്ട് കറിവേപ്പിലയും ഇട്ട് എണ്ണയെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഒരു വെള്ളം കറി വേണ്ടേ, വെള്ളം കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരിപ്പ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ട കറിവേപ്പില അവസാനം ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നും കൂടി ഇളക്കിയിട്ട് ഇങ്ങനെ വെള്ളമില്ലാണ്ട് എണ്ണയെല്ലാം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ എൻ്റെ പരിപ്പ് 2 വിസിൽ വന്നിട്ട് പരിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കഷ്ണമില്ലേ, പരിപ്പ് പുളിങ്കറിക്ക് സാമ്പാറിൻ്റെ അതേ കഷ്ണം തന്നെയാണ്. ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളി, പച്ചമുളക്, വെണ്ടക്ക, മുരിങ്ങാവള, അങ്ങനെ എല്ലാം ഇടാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ടില്ലേ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതിലേക്ക് അവസാനം തേങ്ങ ഇട്ടിട്ട് എണ്ണ ഒഴിച്ച് അതിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് അവസാനം തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കലാന്നേ. തേങ്ങ കൊത്തു ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതാ പുളിയും പിഴിഞ്ഞൊഴിച്ച് തേങ്ങയും ജീരകം അരച്ച് ചേർത്തത് ഒഴിച്ചിട്ട് എൻ്റെ പരിപ്പ് പുളിങ്കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഓരോന്നോരോന്ന് ഒഴിക്കുന്നത് വിട്ടു പോകുന്നുണ്ടെന്ന് തോന്നട്ടോ, പുളി പിഴിഞ്ഞൊഴിക്കുന്നില്ല, എനിക്ക് വീഡിയോ വിട്ടുപോയിന്ന് തോന്നേ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പുളിങ്കറിയാണ്. എൻ്റെ അമ്മ എപ്പോൾ നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കുന്ന കേട്ടോ. ഇന്നത്തെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ്, സാമ്പാറിനെക്കാളി പരിപ്പ് പുളിങ്കറി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാ കടുവും കറിവേപ്പിലയെല്ലാം വറുത്തിട്ടിട്ടുണ്ട്. ഇതാ എൻ്റെ ചോറും പരിപ്പ് പുളിങ്കറിയും ചെമ്മീൻ ഫ്രൈയും കൊടോരിക്കയും പടവലങ്ങയും ചെമ്മീനെല്ലാം ഇട്ടതും നല്ല അടിപൊളിയായിട്ട് കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നാളെ നല്ല വിശേഷമായിട്ട് കാണാം. ബൈ.